നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വാർ ന്യൂസുകൾ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ട്, അവെയറാണ്. വാർ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചോദ്യത്തിനുപരി വാർ കാരണം ഗൾഫ് മലയാളികളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ഭീതിയിലാണ് നമ്മളിൽ ഏറെ പേരും. കാരണം എല്ലാ ആളുകളുടെ വീട്ടിൽ നിന്നും ഏതൊരാൾ ഗൾഫിൽ ഉണ്ടാകും. അപ്പോൾ ഇറാൻ ഈ യുദ്ധം ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിൽ ഇപ്പം നിലവിൽ ഗോൾഡും ക്രൂഡ് ഓയിലും തന്നെ ശക്തമായ രീതിയിൽ സ്പൈക്ക് ചെയ്തു. ഹോർമുസ് കടലിടുക്ക് അതിലൂടെയാണ് ഓൾമോസ്റ്റ് 30% ഇൻ്റർനാഷണൽ ക്രൂഡ് ട്രാൻസ്പോർട്ടുകളെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അത് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. ഏകദേശം ഗോൾഡും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലും ഉണ്ടാക്കിയിട്ടുള്ള സ്പൈക്ക് നമുക്ക് കണ്ടുവരാം. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് 47%, സിൽവർ 94 ആയിട്ടുണ്ട്. കൂടാതെ ബ്രന്റ് ഓയിൽ 7% സ്പൈക്ക് ചെയ്ത് 77. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25,168 ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഫർദറായിട്ട് നിഫ്റ്റി ഇടിഞ്ഞിരുന്നു. ഡോ ഫ്യൂച്ചർ നിലവിൽ 1% ഫോൾ ആയിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫോളിലാണ് ഉള്ളത്. ഓൾമോസ്റ്റ് 1%, മോർ ദാൻ 1% ഫോളിലാണ് ഉള്ളത്. അപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്ത വിധമാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ടിവിറ്റീസ് ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ളത്. കാരണം PCR എല്ലാം തന്നെ 0.46 കാണാം. അഗ്രസീവായിട്ട് കോൾ പൊസിഷനിലെല്ലാം തന്നെ ഷോർട്ട് ചെയ്ത അവസ്ഥയിലാണുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ഈ ഒരു യുദ്ധം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഇതേ ഇറാൻ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇറാനെ വലിയ തോതിൽ ഹെൽപ്പ് ചെയ്തത് പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ഈ തവണ പാകിസ്ഥാൻ ബിസിയാണ്. പാകിസ്ഥാൻ അഫ്ഗാൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400-ലേറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാൻ വാർ ബിസി ആയതുകൊണ്ട് ഇറാന് പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഇത് ഒന്നല്ലെങ്കിൽ ഇറാൻ കീഴടങ്ങണം, അതല്ലെങ്കിൽ ഇതൊരു സമവായം ആകണം. അപ്പോൾ അത്തരത്തിൽ സമവായമാകും എന്നുള്ള ന്യൂസുകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് പുതിയ ഒരു ഡേറ്റ പ്രകാരം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അറ്റ്ലാന്റിക് മാഗസിൻ എന്ന് പറയുന്ന ഒരു മാഗസിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ഇറാൻ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. അത് എത്രത്തോളം അത് കൃത്യമാണെന്ന് അറിയില്ല. പക്ഷേ സ്റ്റിൽ US പറഞ്ഞിരിക്കുന്നത് ഈ ഒരു യുദ്ധം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഇന്നലെ US എല്ലാം തന്നെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടി അഗ്രസീവായിട്ടുണ്ട് US. ഇത് റോയിട്ടേഴ്സിൻ്റെ എല്ലാം തന്നെ റിപ്പോർട്ട് പ്രകാരം 10 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയതിന് ശേഷമാണ് യുദ്ധം തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇനി ഹോർമസ് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ ആസ് ഓഫ് നൗ ഈ ഒമാനിൽ നിന്ന് ഇന്ത്യ ഓയിലൊന്നും തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഒമാനിൽ നിന്ന് ഏകദേശം 80% ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചൈന ഈ ഒമാന് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. റഷ്യയും ഒമാനും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ സപ്പോർട്ട് ചെയ്ത് പറയുക മാത്രമാണ് ഉള്ളത്, അല്ലാതെ യുദ്ധത്തിൽ നേരിട്ടൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷേ ചൈനയെ വലിയ തോതിൽ ഈ ഓയിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ചൈനയും കൂടി പങ്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റഷ്യയും കൂടി പങ്കെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു യുദ്ധമായിട്ട് മാറും. അപ്പോൾ നിലവിൽ ഇറാൻ മറ്റുള്ള അറബ് എമിറേറ്റ്സിനെല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ബന്ധപ്പെടുത്തി ഈ നമ്മളുടെ സ്കൈ വേസ് എല്ലാം തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ എയർവേസ് കമ്പനീസിനെ അത് ബാധിക്കും. ടൂറിസം കമ്പനീസിനെ അത് ബാധിക്കും. ടൂറിസം കമ്പനീസ് എന്ന് പറയുമ്പോൾ ഹോട്ടൽ ആൻഡ് ഇൻഡസ്ട്രീസ് മുതൽ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കമ്പനി മുതൽ, അല്ലെങ്കിൽ ലഗേജ് ബാഗുകൾ ഉൾപ്പെടുന്ന കമ്പനീസ് അതുണ്ടല്ലോ, അതുവരെ ബാധിക്കും. ഇനി അതല്ലാതെ ബാധിക്കപ്പെടുന്നത് നമ്മുടെ L&T പോലെയുള്ള കമ്പനിയാണ്. L&Tയുടെ എല്ലാം തന്നെ 3.6 lakh crores, ഏകദേശം 49% ഇവിടെ റവന്യൂ L&Tക്ക് വരുന്നത് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് UAE നിന്നാണ് ഇപ്പോൾ L&Tക്ക് മേജർ ഓപ്പറേഷൻ ഉള്ളത്. അപ്പോൾ L&Tനെ വലിയ തോതിൽ അത് ബാധിക്കും. പിന്നെ കല്യാൺ ജ്വല്ലേഴ്സ് എടുത്തു പറയുകയാണെങ്കിൽ 12% ഇവരുടെ കൺസോളിഡേറ്റഡ് റവന്യൂ വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. 36ഓളം സ്റ്റോറുകൾ മിഡിൽ ഈസ്റ്റിൽ കല്യാൺ ജ്വല്ലേഴ്സിനുണ്ട്. കൂടാതെ KEC ഇൻ്റർനാഷണൽ സൗദി അറേബ്യയിൽ നിന്നും എമിറേറ്റ്സിൽ നിന്നെല്ലാം തന്നെ വലിയ തോതിൽ നിലവിൽ ഓർഡർ ബുക്ക് ഉള്ളത് KEC ഇൻ്റർനാഷണലുണ്ട്. അതുപോലെ വെൽസ്പെന്ന് വലിയ തോതിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓർഡർ ഉണ്ട്. സ്റ്റർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജിക്ക് നേരിട്ട് ഓർഡർ ഇല്ലെങ്കിൽ കൂടിയും അവരുടെ ഇൻവെസ്റ്റേഴ്സ്
മിഡിൽ ഈസ്റ്റിൽ നിന്നാണുള്ളത്. വിയറ്റെക് വബാഗ് കമ്പനി നിലവിൽ വലിയ തോതിൽ ഓർഡർ ഇവർക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെടുത്തി ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കമ്പനീസ് ഇതാണ്. സെക്ടർ നോക്കുകയാണെങ്കിൽ ഏവിയേഷനും ടൂറിസമാണ്. ക്രൂഡ് നമുക്ക് ഒമാനിൽ നിന്ന് ക്രൂഡ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ഇൻ്റർനാഷണലി ഓയിൽ പ്രൈസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. നമ്മളുടെ ചിലവുകൾ അത് സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ ഇതാണ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ന്യൂസുകൾ നിങ്ങൾ ഓൾറെഡി അറിയാം. നിങ്ങൾ മലയാള ചാനലുകളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും തന്നെ കിടക്കുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ GDP ഡേറ്റ വളരെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ടാണ് നിഫ്റ്റിയിൽ ഭീകരമായിട്ടുള്ള ഇടിവ് നിലവിൽ കാണാത്തത്. പക്ഷേ നമ്മൾ മാർക്കറ്റ് ന്യൂസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കാണുന്ന നിഫ്റ്റി ആവില്ല, അതിൽ കൂടുതൽ ഇടിവുണ്ടായേക്കാം. പക്ഷേ ഈ ഒരു ആഴ്ചയിൽ ഷോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചൊരു ഗുണമുള്ളത് നാളെ മാർക്കറ്റ് അവധിയാണ്, ഹോളി കാരണം. അപ്പോൾ ഇന്ന് എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് ഡൗൺ പോലും ഇന്നത്തെ ഈ ഒരു കറൻറ്റ് വീക്കിൽ ഷോർട്ട് ചെയ്ത ആളുകളെ മേ ബി ഹെൽപ്പ് ചെയ്തേക്കാം. അതാണ് പറയാൻ സാധിക്കുകയുള്ളൂ. എനിവേ കാത്തിരുന്ന് കാണാം. വൈകിട്ട് നമുക്ക് വിശദമായിട്ടൊരു പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. സ്റ്റോക്കിൻ്റെ ഇൻഡിവിജ്വൽ വാർത്തയിലേക്ക് പോകുന്നില്ല. താങ്ക് യു ആൾ.